പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസവും വളരെ നല്ല പുസ്തകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏടുകൾ മറിയുമ്പോൾ തുടരുന്നു നമ്മുടെ യാത്ര തുടരുന്നു. ഇന്ന് ഞാനും വളരെ മനോഹരമായ ലോകപ്രശസ്തി ആർജിച്ച ഒരു പുസ്തകവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ടോട്ടോച്ചാൻ എന്നാണ് അതിന്റെ പേര്. കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ്. ലോകത്തെ അറിയപ്പെടുന്ന ഒട്ടനവധി ഭാഷകളിൽ ഈ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയപ്പെടുന്ന ടോട്ടോച്ചാൻ എന്ന് പറയുന്ന ജനാലയ്ക്കരികിലെ വികൃതി കുട്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു മഹാസന്ദേശമാണ്. സുഗോ കുറോയാനഗി എന്ന ഈ കുട്ടി അതിന്റെ കുട്ടിക്കാലത്താണ് ടോട്ടോച്ചാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പിന്നീട് യുണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറായി മാറിത്തീർന്ന ഈ വികൃതി കുട്ടിയെക്കുറിച്ചുള്ള ഒരു ചരിത്രം. ആ കുട്ടി തന്നെയാണ് ഈ ചരിത്രം എഴുതുന്നത്. അവളുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ പഠനരംഗത്ത് അവൾക്കുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങളും ഒരുപാട് അത്ഭുത വാർത്തകളും നമുക്ക് ഈ കുട്ടി അറിയിച്ചു തരുന്നുണ്ട്. ഈ ഒരു കഥയിൽ തുടക്കത്തിലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞ് ടോട്ടോച്ചാന്റെ വികൃതികളാണ്. വികൃതികളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത വികൃതിയാണ്. ഓരോ സമയത്തും അടങ്ങിയിരിക്കാത്ത, ക്ലാസ്സിൽ അധ്യാപകരെ സ്വസ്ഥമായിട്ടൊന്ന് പഠിപ്പിക്കാൻ സമ്മതിക്കാത്ത വളരെ വലിയൊരു വികൃതി കുട്ടി. ജനാലയ്ക്കരികിൽ പോയിരുന്ന് പുറത്തുള്ള ആളുകളെയൊക്കെ അകത്തേക്ക് വിളിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന, അങ്ങനെ അമ്മയോട് ടീച്ചർ ഈ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ പരാതിയും പറഞ്ഞ് ആ സ്കൂളിൽ നിന്നും പുറത്തിറക്കി വിടുമ്പോൾ അമ്മ ഒരിക്കലും ആ കുട്ടിയെ പുറത്താക്കിയെന്നോ നിന്റെ കുരുത്തക്കേട് കൊണ്ടാണ് പുറത്താക്കിയെന്നോ ഒന്നും പറയാതെ നല്ലൊരു സ്കൂൾ അമ്മ കണ്ടുവച്ചിട്ടുണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ടോമോ എന്ന സ്കൂളിലേക്ക്, കൊയാബാഷി എന്ന ഒരു ഹെഡ് മാസ്റ്റർ നയിക്കുന്ന ഒരു സ്കൂളിലേക്ക് ഈ കുഞ്ഞു ടോട്ടോച്ചാൻ ചെല്ലുകയും ഒരു ട്രെയിനാണ് അവിടുത്തെ സ്കൂൾ. ആ സ്കൂൾ കണ്ടപ്പോൾ തന്നെ ടോട്ടോച്ചാന് വല്ലാതെ ഇഷ്ടമുണ്ടാകുകയും ആ ഹെഡ് മാസ്റ്ററുമായി ആ കുട്ടി തന്റെ വിശേഷങ്ങൾ മുഴുവൻ പങ്കുവയ്ക്കുകയാണ്. ഒരു വാക്ക് പോലും മറുത്തു പറയാതെ എല്ലാം സന്തോഷത്തോടെ കേട്ടു നിന്ന് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹെഡ് മാസ്റ്റർ ഇനി മുതൽ നീ ഈ സ്കൂളിലെ കുട്ടിയാണ് എന്ന് പറയുന്നത് മുതൽ ആ കഥയുടെ, ഈ ഒരു കഥയുടെ തന്നെ ചരിത്രം മാറുകയാണ്. പിന്നീട് ആ സ്കൂളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഈ പുസ്തകത്തിന്റെ വിവിധ പേജുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരു കുട്ടിയെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, ഒരു കുട്ടിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു അധ്യാപകൻ എങ്ങനെയാണ് ആ കുട്ടിക്ക് കൃത്യമായ മൂല്യങ്ങൾ നൽകേണ്ടത്, എങ്ങനെയാണ് സന്തോഷത്തോടെ ഉള്ളൊരു അന്തരീക്ഷം ഒരുക്കേണ്ടത്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കടലിൽ നിന്നും കരയിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഹെഡ് മാസ്റ്റർ, കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഹെഡ് മാസ്റ്റർ, കുട്ടികളെ യാത്ര കൊണ്ടുപോകുന്നു, ദുരന്തത്തിൽ അപകടം സംഭവിച്ച സൈനികരെ സന്ദർശിക്കുന്നു. ഇങ്ങനെ എല്ലാ രൂപത്തിലും സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെ വാർത്തെടുക്കണമെന്ന് നന്നായി പഠിപ്പിക്കുന്ന ഈ ഒരു പുസ്തകം ടോട്ടോച്ചാൻ തന്നെ അവളുടെ ജീവിത കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എല്ലാവരും വാങ്ങണം, അത് വായിക്കണം. ഇതിലെ എല്ലാ അനുഭവങ്ങളും ഓരോ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ മൂല്യവത്തായ കുറെ പാഠങ്ങളാണ്. ആ പാഠങ്ങൾ നിങ്ങൾ വായിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു പുസ്തക പരിചയം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.